പ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള വളരെ മനോഹരമായ തിരുവചന വാഗ്ദാനം, ആ വാഗ്ദാനത്തെ ഒരു പൊതു വിഷയമാക്കിക്കൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പടിപടിയായിട്ട് പരിചിന്തന വിഷയമാക്കുകയാണല്ലോ ഈ വചന പങ്കുവെക്കലിലൂടെ. അതിൻ്റെ 63-ാമത്തെ സെഷനിലേക്ക് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ സഭയെ ആധുനിക കാലഘട്ടത്തിലേക്ക് രണ്ടാമത്തെ കൗൺസിൽ വഴിയായിട്ട് മനോഹരമായിട്ട് കൈപിടിച്ച് ആനയിച്ചിട്ട് അതിൻ്റെ 7 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വീണ്ടുവിചാരം എന്നോണം, വീണ്ടുവിചാരമല്ല, ആഴപ്പെട്ടൊരു ആത്മീയ ബോധ്യം എന്ന പോലെ പങ്കുവെക്കുന്ന ഒരു ചിന്ത നമ്മൾ കാണുകയുണ്ടായി. സാത്താനെതിരെയുള്ള പോരാട്ടമാണ് സഭയുടെ ദൈവജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് 1972 പാപ്പ പഠിപ്പിക്കുന്നു. ആ ഒരു പങ്കുവെക്കലിൽ പാപ്പ പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ ഈ പിശാചിൻ്റെ കാര്യം, സാത്താൻ്റെ പോരാട്ടത്തിൻ്റെ കാര്യം നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും അന്ധവിശ്വാസത്തിലേക്കോ തെറ്റായ ചിന്തകളിലേക്കോ എൻ്റെ ചുമ്മാ ചില തോന്നലുകളിലേക്കോ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല. ബൈബിളിൽ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സാത്താൻ. കാരണം അതിനെതിരെയുള്ള പോരാട്ടമാണ് ബൈബിളിലൂടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ മേഖലയെക്കുറിച്ചൊരു വ്യക്തമായ ആശയം നമുക്ക് എല്ലാവർക്കും വേണം. പാപ്പ പറയാണ്, നമുക്കെല്ലാവർക്കും ക്രൈസ്തവമായൊരു കാഴ്ചപ്പാട് വേണം ജീവിതത്തെക്കുറിച്ച്. നമ്മൾ കഴിഞ്ഞ പോയ സെഷനിൽ അതേപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ക്രൈസ്തവമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എന്താ? ക്രൈസ്തവമായ കാഴ്ചപ്പാട് ഒരുപാടുണ്ട് നമുക്കറിയാം. പക്ഷേ ക്രൈസ്തവമായ കാഴ്ചപ്പാട് ഏറ്റവും ആഴത്തിലുള്ളത്, അനന്യമായിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞുന്ന കാഴ്ചപ്പാട് തന്നെയാണ്. ആ കാഴ്ചപ്പാടാണ് ക്രിസ്തു ഈശോ മിശിഹ തൻ്റെ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ചിന്ത നമ്മൾ കണ്ടു, സ്വർഗരാജ്യം അല്ലെ ദൈവരാജ്യം എന്നുള്ളതാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി പതിയാൻ വേണ്ടിയിട്ടാണ്. ഈ സ്വർഗരാജ്യം ദൈവരാജ്യം ഇതുപോലെ ചിന്തയായിട്ട് വരാനുള്ള കാരണം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. നരകരാജ്യം കയറി കിടക്കുന്നു. നരകരാജ്യമാണ് പ്രാബല്യത്തിലുള്ളത്. അതുകൊണ്ടാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് എന്ന് ഈശോ പ്രസംഗിച്ചിരുന്നത്, ദൗത്യം ആരംഭിക്കുന്നതും. പിന്നോട്ട് നമ്മൾ ഈശോയുടെ ശുശ്രൂഷ ജീവിതത്തിലൂടെ മത്തായിയുടെ സുവിശേഷത്തിലൂടെ കടന്നു വന്ന് നോക്കുകയായിരുന്നു കഴിഞ്ഞ സെഷനുകളിൽ. ഈശോ ഈ ദൈവരാജ്യം സ്വർഗരാജ്യത്തെക്കുറിച്ച് പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ വിചിന്തനത്തിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന മുഴുവനും ഒരു ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ പോരാട്ട പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ നരകരാജ്യത്തിന് എതിരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണുകയായിരുന്നു. അതിൻ്റെ ഫൈനൽ ഡോക്സോളജി ഉപയോഗിച്ച് അന്തിമ ത്രിത്വസ്തുതി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന പാരമ്പര്യം സഭയുടെ ആദ്യ നാളുകൾ മുതലേ, പിതാക്കന്മാരുടെ കാലം മുതലേ ഉള്ളതാണ് എന്ന്. ആ അന്തിമ ഡോക്സോളജി എന്ന് പറയുന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ സ്തുതി, അത് പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തുള്ള 3 യാചനകളെ വീണ്ടും അവതരിപ്പിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. സഭയുടെ മതബോധന ഗ്രന്ഥം അതേപ്പറ്റി എടുത്തു പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മൾ വായിച്ച് കാണുകയുണ്ടായി. ഇത് ദുഷ്ടൻ, പിശാച് ദൈവത്തിന് അവകാശപ്പെട്ട സ്തുതിയും മഹത്വവും പ്രാബല്യവും രാജ്യവും വ്യാജമായ രീതിയിൽ സ്വന്തമാക്കി. അത് അവനിൽ നിന്നും വീണ്ടെടുത്ത് ഈശോ പിതാവിൻ്റെ പക്കൽ തിരിച്ചേൽപ്പിച്ചു. അതാണ് രക്ഷാകര പ്രവൃത്തി. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ട് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ സെഷൻ്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ദൈവത്തിൽ നിന്നും സാത്താൻ വ്യാജമായിട്ട് ഈ 3 കാര്യങ്ങൾ അപഹരിച്ച് മാറ്റി അത് ഈശോ തിരിച്ച് പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നുള്ള ഒരു പരാമർശം നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2855 ഖണ്ഡികയിൽ
രണ്ടാം പകുതിയിൽ ഈ ലോകത്തിൻ്റെ അധികാരി വ്യാജമായ രീതിയിൽ രാജ്യത്വം, ശക്തി, മഹത്വം എന്നീ 3 പദവികൾ സ്വയം ഏറ്റെടുത്തിരുന്നു. അപ്പോൾ അത് കർത്താവായ ക്രിസ്തു ഇവയെ അവിടുത്തെ പിതാവ്, നമ്മുടെ പിതാവുമായി തിരിച്ചേൽപ്പിക്കുന്നു. രാജ്യം അടുത്തേക്ക് പരമേൽപ്പിക്കുകയും രക്ഷാരഹസ്യം അന്തിമമായി പൂർത്തിയാക്കുകയും ദൈവം എല്ലാറ്റിലും എല്ലാമായി തീരുകയും ചെയ്യുന്നവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സഭ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്ത പറയുകയുണ്ടായി, ദൈവത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ സാത്താൻ പിടിച്ചെടുത്തെന്നാണ് അർത്ഥമാക്കുന്നത്. ഇപ്പം സൂചിപ്പിച്ചു, ദൈവത്തിന് എന്തെങ്കിലും കാര്യം കുറവിലേക്ക് വരാനായിട്ട് ആരുടെയും പ്രവൃത്തി ഇടവരുത്തുന്നില്ല, അല്ല ദൈവത്തിന് എന്തെങ്കിലും കൂടുതലായിട്ട് നിറയ്ക്കാനായിട്ടും ആരുടെയും പ്രവൃത്തി ഇടവരുത്തുന്നില്ല. കാരണം ദൈവം അതിൽ തന്നെ പൂർണ്ണനാണ്, ഒന്നിനും കുറവില്ലാത്തവനാണ്, ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്ത സ്നേഹത്തിൻ്റെ നന്മയുടെ നിറവ് തന്നെയാണ്. പിന്നെ എന്താ ഇവിടെ രാജ്യവും ശക്തിയും മഹത്വവും ഈ ലോകത്തിൻ്റെ പ്രമാണി വ്യാജമായ രീതിയിൽ ഏറ്റെടുത്തുവെന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യം, നരകരാജ്യം ഈ 2 മേഖലകളുടെ പോരാട്ടത്തിൻ്റെ വിഷയമാണല്ലോ ഈശോയുടെ രക്ഷാകര സംഭവത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞു. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചു. അപ്പോൾ പീലാത്തോസ് വിചാരണ വേളയിൽ ഈശോയോട് ചോദിക്കും, നീ രാജാവാണ്? അപ്പോൾ ഈശോ ഉത്തരം കൊടുക്കുക പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. അതേപറ്റി നമ്മൾ കാണുകയുണ്ടായി. അത് ആന്തരികമാണ്, വ്യക്തിയുടെ ഹൃദയങ്ങളിൽ സംജാതമാകുന്നതാണ് ദൈവരാജ്യം. നരകരാജ്യം അങ്ങനെ തന്നെയാണ്. ബാഹ്യമായ എന്തെങ്കിലും ഒരു ഏരിയയോ കെട്ടിടങ്ങളോ സ്ഥലമോ ഒന്നും അവർ ബന്ധപ്പെട്ടതല്ല. വ്യക്തികളുടെ ഹൃദയങ്ങളിലാണ് ദൈവരാജ്യം അല്ല നരകരാജ്യം വരിക. ഈ ഹൃദയത്തിലുള്ള ദൈവരാജ്യം, ആന്തരികമായ ഈ ഭരിക്കപ്പെടുന്ന അനുഭവം ദൈവത്താലാണോ പിശാചനാലാണോ? ഇതാണ് വിഷയം. അത് ഓരോ വ്യക്തിയും തൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ്, വ്യക്തി ജീവിതത്തിൽ. അപ്പം ഇവിടെ നമ്മൾ പറയുന്ന ഈ 3 യാചനകൾ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ എന്നുള്ള യാചന, ഈ 3 യാചനയും നടപ്പിലാകേണ്ടത് എവിടെയാണ്? നമ്മൾ കൊച്ചുനാൾ മുതൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിൽ ഓർക്കുന്നത്? അതിന് അർത്ഥമറിഞ്ഞ് അല്ല ചൊല്ലുന്നത്. അർത്ഥമറിഞ്ഞ് ചൊല്ലുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ലോകത്തിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ നാമം ഇങ്ങനെ പൂജിതമായി സ്വീകരിക്കപ്പെടണം, ആദരിക്കപ്പെടണം. പിന്നെ അങ്ങയുടെ രാജ്യം വരണം, ഈ ലോകം മുഴുവനിലും എല്ലാ ജനപദങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ രാജ്യം വരണം, അവിടുത്തെ തിരുമനസ് നിറവേറണം ഈ ഭൂമിയിൽ എല്ലായിടത്തും. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. അത് നമുക്ക് ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ അതിനേക്കാൾ പ്രഥമമായിട്ട് ഈ 3 യാചനകളും ഉന്നം വെക്കുന്നത് ഇത് പ്രാർത്ഥിക്കുന്ന ആളിൻ്റെ ഉള്ളത്തെയാണ്. പ്രാർത്ഥിക്കുന്ന ആളിൻ്റെ ഉള്ളത്തെയാണ് ഇതിങ്ങനെ പറയുന്നത്. കാരണം ദൈവരാജ്യം ആന്തരികമാണ്. അതൊരു വ്യക്തി തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമേ ഒരു വ്യക്തിയിൽ വരികയുള്ളൂ. അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ദൈവത്തിന് അനുകൂലമായി വിനിയോഗിച്ചുകൊണ്ട്, ദൈവമേ എനിക്ക് അങ്ങയുടെ രാജ്യം വേണം, അങ്ങയുടെ മോനായ മോളായി എനിക്ക് ജീവിക്കണം എന്ന് ഒരു വ്യക്തി ഉള്ളുകൊണ്ട് ആഗ്രഹിച്ച് തീരുമാനിച്ച് പിശാചിൻ്റെ സ്വരത്തോട് നോ പറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നിടത്ത് മാത്രമേ ദൈവരാജ്യം വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പം അതൊന്നാമത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആന്തരിക ജീവിതത്തിലാണ് ദൈവം ഭരിക്കുന്ന അനുഭവം ഒന്നാമത് ഉണ്ടാവേണ്ടത്. എൻ്റെ ഉള്ളമാണ് ഞാൻ അവിടത്തേക്ക് കൊടുക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ ഞാൻ അവിടത്തേക്ക് കൊടുക്കാതെ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ഞാൻ നാട്ടുകാരെ മുഴുവൻ നോക്കിക്കൊണ്ട് എത്ര പറഞ്ഞിട്ടും എന്താ കാര്യം? ഓരോ വ്യക്തിയും തീരുമാനിക്കാതെ രാജ്യം വരികയല്ല. അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തി കൊണ്ടുതാനും. അപ്പോൾ എനിക്ക് വേണ്ടാത്തത് മറ്റുള്ളവർ എടുക്കട്ടെ, അത് കിട്ടട്ടെ എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ദൈവരാജ്യത്തിനുള്ള ആഗമനത്തിനുള്ള വ്യവസ്ഥ യേശുവില്ല. അനുദപിക്കുവിൻ. അനുദപിക്കേണ്ടത് ആരാ? നാട്ടുകാർ മുഴുവൻ അനുദപിക്കട്ടെ, ഞാനിപ്പോൾ അനുദപിക്കാൻ തയ്യാറല്ല എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി ദൈവരാജ്യം വരണമെന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം ഇരിക്കുന്നത്? അപ്പോൾ അനുദപിക്കുവിൻ, വിശ്വസിക്കുവിൻ, ഇത് രണ്ടും ഞാനാ ചെയ്യേണ്ടത്. അപ്പോൾ എന്നിലേക്ക് ദൈവരാജ്യം വരുന്നത്. ഞാൻ അനുദപിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ പാവമാണ് പോകുന്നത്. ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് സുവിശേഷത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം കയറി വരുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്നിലാണ് വരുന്നത്, എന്നിലാണ് വരുന്നത്, മറ്റുള്ളവരല്ല. എന്നിൽ നിറയുന്ന ദൈവരാജ്യം, അതിൻ്റെ കരുത്തും ശോഭയും മറ്റുള്ളവർ കണ്ടിട്ട് അവർക്ക് സ്വീകരിക്കാൻ ഒരു ക്ഷീണം വന്നേക്കാം. ഈശോ തൻ്റെ ശുശ്രൂഷ നാളുകളിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറഞ്ഞ് പ്രസംഗിച്ചു. ചില ആൾക്കാർ ചോദിച്ചു, എപ്പോഴാണ് ഇത് വരുന്നത്? എവിടെയായി ദൈവരാജ്യം? എവിടെയാണ് ഇത്? ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈശോ പറയുന്നത് ഇവിടെ തന്നെ, നിങ്ങളുടെ ഇടയിൽ തന്നെ, ഇപ്പോൾ തന്നെ. ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എവിടെ ദൈവരാജ്യം? അവർക്കത്ര തിരിഞ്ഞില്ല. എന്നാലും
അത് കേട്ട കുറച്ച് അപ്പസ്തലന്മാർ ആൾക്കാർ ഓർത്തു, രാജ്യം ഇപ്പോൾ ഉടനെ ഉണ്ടാകും, ഈശോ പീലാത്തോസിനെയൊക്കെ പായിക്കും, ജെറുസലേമിൽ സിംഹാസനം സ്ഥാപിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണല്ലോ അവിടെ വലിയ ആരാ, ദൈവരാജ്യത്തിൽ വലിയവൻ ആരാ, 1-2 സ്ഥാനത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ട് യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ സലോമി വന്ന് ഈശോയെ കാണുന്ന സംഭവം നമുക്കറിയാം. മത്തായി 20 നിൻ്റെ രാജ്യത്തിന് എൻ്റെ ഈ പുത്രന്മാർ ഇടത്തും വലത്തും പ്രധാനമന്ത്രിയുടെ സീറ്റിലിരിക്കണം. അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചു. പക്ഷേ ഈശോ ഉദ്ദേശിക്കുന്ന രാജ്യം അതല്ല. ഈശോ ജനിച്ചപ്പോൾ തന്നെ പൂജരാജാക്കന്മാർ കിടക്കുന്ന വരുന്ന രംഗം നമ്മൾ കണ്ടു. ജ്ഞാനികൾ അവർ വന്ന് രാജകൊട്ടാരത്തിലാണ് അന്വേഷിക്കുന്നത്. അത് കേട്ടപ്പോഴേ ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി, തൻ്റെ രാജ്യം പോകുമെന്ന് ചിന്തിക്കുന്നത്. അദ്ദേഹം പ്രായം ചെന്ന രാജാവാണ്, ഒരു ശിശുവെ ജനിച്ചിട്ടുള്ളൂ, എന്നാലും തൻ്റെ കാലത്ത് മക്കളുടെ കാലത്താണേലും ഇവ പൊങ്ങിയൊന്നും ശരിയാവുകയല്ലോ. ആ ചിന്ത വെച്ചുകൊണ്ടാണ് ബെത്ലഹേമിലുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ 2 വയസ്സായ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലിക്കുന്നത്. കാരണം അങ്ങനെ ചിന്തിക്കുന്നു രാജ്യം എന്ന് കേൾക്കുമ്പം. പിന്നീട് നമുക്കറിയാം ഈശോയുടെ വിചാരണ വേളയിലും ഈശോയ്ക്കെതിരെ ആരോപണം കൊടുക്കുന്നത്, ഇവൻ സീസറിനെതിരെ സംസാരിക്കുന്നു, ഇവൻ രാജാവാണെന്ന് പറയുന്നു എന്ന ആരോപണം. അതാണ് പീലാത്തോസ് ചോദിക്കുന്നത്, നീ രാജാവാണോ? അപ്പോൾ ഈശോ തെളിച്ച് പറഞ്ഞു, ഞാൻ രാജാവാണ്, പക്ഷേ ഐഹികമല്ല, ഇഹത്തിൻ്റെതല്ല, ചിന്തിക്കുന്നവരെയല്ല, ഞാൻ സത്യനാശം വഹിക്കാൻ വന്നതാണ്. അത് പീലാത്തോസിന് തിരിയുന്നില്ല. അങ്ങനെയാണ് ഈശോയുടെ കുരിശൻ്റെ മുകളിൽ INRI എന്ന് എഴുതി വെച്ചത് എന്തുകൊണ്ടാണ്? യഹൂദന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ, രാജാവായ നസ്രായൻ ഈശോ. പറയാതെ ഈശോ പരിഹസിക്കുന്നതിനൊക്കെ നമുക്കറിയാം, മുൾമുടി വെച്ച്. എന്തുകൊണ്ടാണ്? ഇവ രാജാവാന്ന് പറഞ്ഞില്ലേ, ജാങ്ങള കൊടുത്തിട്ട്. എന്തുകൊണ്ടാണ്? രാജചെങ്കോലിരിക്കട്ടെ, പിന്നെ മുഷിഞ്ഞ മൊരഞ്ഞ ചുവന്ന അങ്കി, രാജകീയ വസ്ത്രം. ഈ പരിഹാസത്തിൻ്റെ വിഷയം തന്നെ ഈ രാജാവിൻ്റെ രാജ്യത്തിൻ്റെ ആശയം തന്നെയാണ്. ഇവൻ രാജാവാണല്ലോ, രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് കുച്ചിക്കിടക്കുന്ന ഈശോ നോക്കി പരിഹസിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഒത്തിരി ബാഹ്യമായ രീതി നീങ്ങുമ്പോഴും ഈശോ നിരന്തരം പ്രഘോഷിച്ചുകൊണ്ട് ദൈവരാജ്യം വന്നിരിക്കുന്നു, ദൈവം സമീപിച്ചിരിക്കുന്നു. നമ്മുടെ ബെനഡിക്റ്റ് 16 പാപ്പ എഴുതിയ ജീസസ് ഓഫ് നസറത്ത് എന്നൊരു പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പാപ്പ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ ആൽഫ്രഡ് ലോയ്സി എന്ന് പറയുന്ന ഒരു കാത്തലിക് മോഡേണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ഈ ആൽഫ്രഡ് ലോയ്സി ചോദിക്കുകയാണ്, ഈശോ തൻ്റെ ശുശ്രൂഷയുടെ നാളുകളിൽ ആദ്യം മുതൽ അവസാനം വരെ നിരന്തരം പങ്കുവെച്ചതും പ്രഘോഷിച്ചും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, വന്നു കഴിഞ്ഞ് നിങ്ങളുടെ മധ്യ എങ്ങനെയാണ് ആ ദൈവരാജ്യത്തിൻ്റെ ഉപകളെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ പന്തക്കുസ്ത സംജാതമായ സഭയാണ്. അപ്പോൾ ഈശോ ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ച് വന്നിട്ട് അവസാനം ഈശോ പോയി കഴിഞ്ഞപ്പം ദൈവരാജ്യം അവിടെ പോയി, സഭയല്ലേ ഉണ്ടായത്. അപ്പോൾ ഇത് തന്നെയാണ് ദൈവരാജ്യം, എന്താ വിഷയം എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാപ്പ ആ വിഷയം തന്നെ എടുത്തിട്ട് ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ഈ ഒരു ചോദ്യം അല്പം ശോകാത്മകമാണ്, അല്പം ഒരു പരിഹാസധ്വനിയും തോന്നാം. ദൈവരാജ്യം വന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അവസാനം ഒന്നുമില്ല, പകരം സഭയാണ് വന്നത്. ഈ സഭയെന്ന് പറയുന്നതാണ് ദൈവരാജ്യം. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈശോ തൻ്റെ ശുശ്രൂഷ ആരം മുതലേ തിരുസഭയെ സ്ഥാപിക്കാൻ പോകുന്നു, തിരുസഭ ഇതാ കടന്നു വരുന്നു, തിരുസഭയിലേക്ക് അംഗങ്ങളാകുവിൻ, അതിലേക്ക് നിങ്ങൾ മാനസാന്തരപ്പെടും, അങ്ങനെ എന്താ പറയാത്തത്? അങ്ങനെ പറഞ്ഞില്ലല്ലോ. തിരുസഭയെക്കുറിച്ച് ഈശോ പ്രഘോഷിക്കുന്നതായിട്ട് മത്തായി സുവിശേഷകൻ മാത്രമായി രേഖപ്പെടുത്തുന്ന സുവിശേഷങ്ങളിൽ. പിന്നെ നമ്മൾ അപ്പസ്തല പ്രവർത്തനങ്ങളാണ് കൂടുതലത്തെപ്പറ്റി കാണുന്നത്. മത്തായി സുവിശേഷകനാകട്ടെ 16-ാം അധ്യായത്തിനും 18-ാമത്തെ അധ്യായത്തിനുമായിട്ട് 2 അവസരങ്ങളിൽ 2 വാക്യങ്ങളിലും ആയിട്ട് 3 പ്രാവശ്യം മാത്രമാണ് ആ വാക്ക് ഈശോ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നീ കേപ്പയാണ്, ഈ കേപ്പയൻ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും 16-ാം അധ്യായത്തിൽ. 18-ാം അധ്യായത്തിൽ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവന് തനിച്ചായിരിക്കും ചെന്ന് ബോധ്യപ്പെടുത്തുക, കേൾക്കുന്നില്ല സാക്ഷിയുടെ കൂട്ടിക്കൊണ്ട് പോവുക, അവരെ കേൾക്കുന്നില്ല എങ്കിൽ സഭയോട് പറയുക. മത്തായി 18, 15, 16, 17 വാക്യങ്ങളാണ്. സഭയും കേൾക്കുന്നില്ലെങ്കിൽ, അപ്പോൾ അവിടെ തന്നെ 2 പ്രാവശ്യം സഭയോട് പറയുക, സഭയെ കേൾക്കുന്നില്ലെങ്കിൽ. ഇപ്പോഴത്തെ കേസപ്പിരിപ്പിൽ 10 ദിവസം കൊണ്ട് പറയും സഭയെ ഈ പാർലമെൻറ്റ് സ്ഥാപിക്കും. ഇങ്ങനെ 3 അവസരത്തിൽ മാത്രമാണ് ഈശോ സഭ എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൻ്റെ പറ്റിയുള്ള വേറെ എടുത്തില്ല. അപ്പോൾ ഈശോ പറഞ്ഞപ്പോൾ ദൈവരാജ്യമാണ്. അപ്പം ഈ സഭയാണ് ഈശോ ഉദ്ദേശിച്ചെങ്കിൽ എന്തുകൊണ്ട് സഭയെക്കുറിച്ച് പറഞ്ഞ് പ്രഘോഷിച്ചില്ല? അതോ ഇനി ഈശോ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിച്ചത് അത് വേറെ എന്തോ ആയിരുന്നു, പക്ഷെ നടക്കുകയെന്ന് കണ്ടപ്പോൾ പിന്നെ എന്നാൽ പിന്നെ സഭയെങ്കിലും ആകട്ടെ എന്നോർത്തുകൊണ്ട് സ്ഥാപിച്ചിട്ട് പോയതാണോ? ഈശോ വിജയിക്കാതെ പോയതാണോ സഭ ദൈവരാജ്യത്തിന് പകരം? ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ ഇത് എടുത്ത് വെച്ചുകൊണ്ട് ബെനഡിക്റ്റ് പാപ്പ അതിനകത്ത് പങ്കുവെക്കുകയാണ്.
അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സ്ഥാനത്ത് സഭയെന്ന് പറയുന്നത് എന്തൊരു ദയനീയ പകരക്കാരിയാണ് എന്നൊരു ചിന്ത പോലും പാപ്പയോട് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാപ്പ അത് പറഞ്ഞ് വിടുകയല്ല, സ്ഥാപിച്ച് വെക്കുകയല്ല. പാപ്പ പറയുകയാണ്, ഈ ദൈവരാജ്യമെന്ന് പറയുന്നത് ഈശോ പറഞ്ഞില്ലേ സമീപിച്ചിരിക്കുന്നു, ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ മധ്യത്തിലുണ്ട്. എവിടെയാണത്? നമ്മൾ കണ്ടു കഴിഞ്ഞ് ദൈവരാജ്യം ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അല്ലാതെ ആ പറമ്പിൽ ഒരു 2 ഏക്കർ പറമ്പ് മേടിച്ച് ഉണ്ടാക്കാവുന്നതല്ല, ഒരു കെട്ടത്തെ സ്ഥാപിക്കാവുന്നതല്ല, ഒരു കടയായിട്ട് സ്ഥാപനമായിട്ട് ഉണ്ടാക്കാവുന്നതല്ല ദൈവരാജ്യം. വ്യക്തിയുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ദൈവരാജ്യം സമീപിച്ച് നിങ്ങളുടെ മധ്യത്തിൽ തന്നെ എന്ന് പറഞ്ഞപ്പോൾ എവിടെ ദൈവരാജ്യം? ഈശോ പറഞ്ഞപ്പം ഈശോയുടെ ഉള്ളിലാണ്. ഈശോയുടെ ഉള്ളിലാണ് ദൈവരാജ്യം നിറഞ്ഞു നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന പിതാവിൻ്റെ ഹിതമനുഷ്യൻ മാത്രം ജീവിക്കുന്ന വ്യക്തി. പിതാവിൻ്റെ നാമത്തും പൂജിതമാണ്. ഈശോയുടെ ഉള്ളിൽ പിതാവ് അബ്ബ എന്ന് പറയും. എന്തോ ഒരു ബഹുമാനം നിറഞ്ഞ, ആദരവ് നിറഞ്ഞ അനുഭവം ഈശോയ്ക്ക്. പിതാവ് അങ്ങയുടെ രാജ്യം വരണം. ആ രാജ്യം ഈശോ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പിതാവിൻ്റെ ഇഷ്ടമല്ല വേറെ ഒരു ഇഷ്ടവും ഈശോ അന്വേഷിക്കില്ല. സാത്താൻ വന്ന് 3 പ്രാവശ്യം മരുഭൂമി വെച്ച് പരീക്ഷിച്ച് വേറെ വഴിക്ക് കൊണ്ടുപോകാൻ നോക്കി. ഈശോ പറഞ്ഞു, എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. 3 പരീക്ഷണത്തിനും പ്രലോഭനത്തിന് ഈശോ മറുപടി അതാണ്. ഈ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നതാ? അത് പിതാവിൻ്റെ ഹിതമാണ്. പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ് പഴയ നിയമത്തിൽ. അന്നത്തെ ബൈബിൾ അതാണ്. ആ പിതാവ് എന്ത് പറയുന്നു അതല്ല ഞാൻ ചെയ്യത്തില്ല. അങ്ങയുടെ തിരുമനും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അത് ഏറ്റവും നിറവേറിയ സ്ഥലം ഈശോയുടെ ജീവിതമാണ്. ഭൂമിയിൽ ഈശോയുടെ ജീവിതമാണ്. എൻ്റെ ഇഷ്ടം ചോദിച്ചു ഈശോ ഇടയ്ക്ക് പറ്റുമെങ്കിൽ പാനപാത്രം മാറ്റുക. പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറും, നിൻ്റെ തിരുമനസ്സെന്നെ നിറവേറണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഏറ്റവും പൂർണ്ണതയിൽ ഈശോയുടെ ജീവിതത്തിൽ നിറവേറുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യം അവിടെയുണ്ട്. അതാ ഈശോ പറഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് പോകുമ്പം ഈശോയുടെ ദൈവരാജ്യവും പോവുകയാണ്. ദൈവരാജ്യം ഭൂമിയിൽ ഇല്ലാത്തൊരവസ്ഥ വരുമോ? വരാം. ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ദൈവരാജ്യ അനുഭവം സ്വീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ ഈ ഭൂമി ദൈവരാജ്യം കാണുകയല്ല. പക്ഷേ ഈശോ പോയി കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ വർഷിച്ചു. ഈശോ പറഞ്ഞതുപോലെ അപ്പസ്തലന്മാർ പ്രാർത്ഥിച്ച് കാത്തിരുന്ന 10 ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അവർ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ആ വ്യക്തികളുടെ ഉള്ളങ്ങൾ ദൈവരാജ്യം ഓണായി. ആ അപ്പസ്തലന്മാരുടെ ആദ്യ സമയത്തിൻ്റെ ഉള്ളങ്ങൾ ദൈവരാജ്യം ഓണായി. വിശ്വസിച്ചവരെല്ലാം ഒരു ഹൃദയവും ഒരാത്മാവും എല്ലാവരും പങ്കുവെച്ചു. നിരന്തരം ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിൻ്റെ ഹിതം മാത്രം തേടി. അങ്ങനെ ഒരു അനുഭവത്തിൽ അവർ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഉള്ളങ്ങൾ ദൈവരാജ്യം നിറയുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് നമുക്ക് പുറമേ ഉണ്ടാക്കി വെക്കാവുന്നൊരു കാര്യമല്ല, അത് ആന്തരികമാണ്. അപ്പോൾ സഭയെന്ന് പറയുന്നതോ? സഭയെന്ന് പറയുന്ന ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്നവരുടെ കൂട്ടായ്മയാണ്. ദൈവരാജ്യത്തിൻ്റെ താക്കോൽക്കാരിയാണ്. ഈശോ പറഞ്ഞു, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്കേ തരും. 10 ദിവസം ഏൽപ്പിച്ച സഭയെ ഏൽപ്പിക്കുന്നതാണ്. എൻ്റെ സഭ ഈ പാറമേ ഞാൻ പണിയും, പള്ളിയെ പണിയും. ആ പള്ളിക്ക് തലവനായ പത്രോസിന് ഈശോ താക്കോൽ കൊടുത്തു, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ. അപ്പോൾ ദൈവരാജ്യമല്ല സ്വർഗ്ഗരാജ്യം, അത് തുറന്നു കൊടുക്കാൻ, അത് പ്രഘോഷിക്കാൻ, അതിലേക്ക് ആൾക്കാരെ നരകരാജ്യത്തിനകത്ത് നിന്ന് കൈപിടിച്ച് ആനയിക്കാൻ, കടന്നു വരുന്നവരെ ദൈവരാജ്യത്തിൽ ചേർന്ന് മക്കളാക്കി പരിശീലിപ്പിക്കാൻ, സ്വർഗത്തിലേക്ക് അവരെ വളർത്താൻ, ഇതിനെല്ലാമുള്ള വേദിയാണ്, സാന്നിധ്യമാണ്, ഔദ്യോഗികമായ വേദിയാണ് സഭ. ആ സഭയുടെ സ്ഥാനം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ സഭ ചെയ്യുന്നില്ലെന്നായ സഭയ്ക്ക് പ്രസക്തിയില്ലെന്നായി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. അപ്പോൾ സഭയെന്ന് പറയുന്ന ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടിൽ സഭയുണ്ട്. നമ്മുടെ നാട്ടിലെ സഭ ഇടവക. വിചാരിക്കുക, നമ്മുടെ ഇടവകയിൽ വികാരിച്ചൻ, കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, പിന്നെ വാർഡ് ലീഡേഴ്സ്, യോഗപ്രതി, അങ്ങനെ പിന്നെ സന്ദർശന അധ്യാപകർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരിടവക വിചാരിക്കുക, വികാരിച്ചന് ആരോടും ഒരു അടുപ്പമില്ല, അല്ലെ കുറച്ച് പേരെ മാത്രം കൂട്ടിക്കൂട്ടി ബാക്കിയുള്ളവരുടെ വഴക്ക്. അടുത്താറെ നിന്നുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എല്ലാവരെയും വഴക്ക് പറയുന്നു, ആരെ അടുപ്പിക്കുകയല്ല, ആരോടും അടുപ്പമില്ല.
കൈക്കാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാല് വാരുന്നു, കമ്മിറ്റിക്കാർ കൂടുമ്പോഴെല്ലാം ബഹളം വെക്കുന്നു, ആൾക്കാരിങ്ങനെ രണ്ട് സെറ്റായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വഴക്കോട്ട് പിണങ്ങി നടക്കുന്നു. ഇതിനിടയ്ക്ക് പള്ളിയുണ്ട്, കുർബാനയുണ്ട്, കാര്യങ്ങളത് നടക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ വരുന്നിടത്ത് ആ സ്ഥലത്ത് ദൈവരാജ്യം ഇല്ല, സഭയുണ്ട്. ദൈവരാജ്യം കൊടുക്കേണ്ട സഭ എങ്ങനെ അത് പരാജയപ്പെട്ടു പോയിരിക്കുന്നു. സഭ അവിടെയുണ്ട്, പക്ഷെ ദൈവരാജ്യമില്ല. ദൈവരാജ്യം എന്ന് നമുക്കറിയാം, റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയങ്ങളോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് ദൈവരാജ്യം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും. റോമാലേഖനത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം. അപ്പം ഭക്ഷണവും പാനീയവും അല്ല, അത് ഉണ്ട് തീർച്ചയായിട്ടും, പക്ഷെ അതല്ല ദൈവരാജ്യം. പ്രത്യുത നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നീതി എന്താണ്? നീതി ഓരോരുത്തർക്കും അർഹിക്കുന്ന കൊടുക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ ദിവസം കാണുകയുണ്ടായി. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കുന്ന വ്യക്തികൾ സഹോദരങ്ങളെ തന്നെപ്പോലെ തന്നെ ആദരിക്കുന്നു. ഓരോരുത്തർക്ക് അവകാശപ്പെട്ട് കൊടുത്ത് അങ്ങനെ നീങ്ങുന്ന ആൾക്കാർ, അവിടെ അതാ നീതിയുടെ അന്തരീക്ഷം. നീതി ഉള്ളിടത്തെ സമാധാനമുള്ളൂ. നമുക്കറിയാം, അനീതി വരുന്നതിന് സമാധാനക്കേടാണ്. മാനേജ്മെൻറ്റ് നീതി പാലിക്കാതെ നമ്മൾ സമരം ചെയ്യുന്ന ആൾക്കാരെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. അനീതി വരുമ്പോൾ സമാധാനമില്ല. അപ്പോൾ നീതി ഉള്ളിടത്താണ് സമാധാനം, അത് ഉള്ളിൻ്റെ അനുഭവമാണ്. സമാധാനം ഉള്ളിടത്തുള്ള അനുഭവമാണ് ആനന്ദം, സന്തോഷം. അത് ബാഹ്യമായ സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ് പറയുന്നത്. ഈ ഒരു അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവർ. അപ്പോൾ ഒരു ഇടവകയുടെ കാര്യം സൂചിപ്പിച്ചല്ലോ. ആ ഇടവകയിൽ നീതിയും സമാധാനവും ആത്മാവിലുള്ള ആനന്ദവുമായിട്ട് വികാരിച്ചനും അവിടെയുള്ള സിസ്റ്റേഴ്സും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും വാർഡ് ലീഡേഴ്സും സൺഡേ അധ്യാപകരും ഒക്കെ ഇടവക സമൂഹമൊക്കെ ഒരുമിച്ച് കൂടുന്നു, ബലിയർപ്പിക്കുന്നു, ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. ഇങ്ങനെ നീങ്ങുമ്പം അതനുസരിച്ച് അവിടെ ദൈവരാജ്യമുണ്ട്. ഇനി കുറേ പേര് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ബാക്കി ആൾക്കാർ സ്വീകരിച്ചുകൊണ്ട് നീങ്ങുന്നുവെങ്കിൽ അവിടെ ദൈവരാജ്യമുണ്ട്. അപ്പോൾ ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചു, പക്ഷേ സഭയാണ് സംജാതമായെന്ന് പറയുമ്പം അതൊരു ദുരന്ത പരാജയ ചിത്രമല്ല. മറിച്ച് ദൈവരാജ്യമെന്ന് പറയുന്നത് ഒരു സഭാ സംവിധാനം പോലെ പടുത്തുയർത്തുന്ന കാര്യമല്ല, അത് ആന്തരികമായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരണമേ എന്ന് പറഞ്ഞ് ഒരു വ്യക്തി ഈ സ്വർഗസ്വനായ പിതാ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമിക തലം അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്നാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന് അവസാനം നമ്മൾ ഫൈനൽ സ്തുതി പറഞ്ഞ് ദോഷത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജീവിതത്തിൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ദൈവമേ അങ്ങയുടേതാണ്, ഒരു പൈശാചിക അരുവിടേതാകാൻ പാടില്ല, ആയിരിക്കരുതേ എന്നതിൻ്റെ യാചന. അപ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാൻ. നമ്മുടെ ഉള്ളത്തിൽ നിറയുന്ന ദൈവരാജ്യമാണ് മറ്റുള്ളവർ കണ്ടിട്ട് അത് കണ്ട് ആകർഷിതരായിട്ട് അവർ വരുന്നു. അല്ലെങ്കിൽ നമ്മളത് അനുഭവിച്ചുകൊണ്ട് പങ്കുവെക്കുമ്പം അതിലേക്ക് വരാൻ എനിക്കും ഇതുപോലെ ആകണം, എനിക്കും ഇതുപോലെ ജീവിക്കണം, ഇതെങ്ങനെ സാധിക്കും, അങ്ങ് ചിന്തിക്കാൻ ഇടവരിക. അതാണ് ഈശോ ചെയ്തത്. അപ്പോൾ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പ്രഥമത നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ദൈവരാജ്യം കടന്നു വരുന്നതിനുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നരകരാജ്യം തീർന്നു കിട്ടുന്നതിനുള്ള പ്രാർത്ഥനയാണ്. അവിടെ ആരംഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ള സാധാരണ കൊടുത്തിട്ട് ചുറ്റുമുള്ള എല്ലാ വീടുകളിലും അയൽഭവനങ്ങളിലും നാട്ടിലും മുഴുവൻ ദൈവരാജ്യം വരട്ടെ എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ പരിഹസിക്കുന്നതിന് തുല്യമാണ്. നിനക്ക് വേണ്ടാത്തത് നീ ആർക്ക് കൊടുക്കാനാണ് പോകുന്നത്? ദൈവരാജ്യവും നരകരാജ്യവും ആരിലേക്കും ഈ മരുന്ന് കുത്തിവെച്ച് കയറ്റുന്നവരെ കയറ്റാൻ പറ്റിയല്ല. മരുന്നോ ഭക്ഷണമൊക്കെ കുത്തിവെച്ചോ ട്യൂബ് വഴിയൊക്കെ ഒഴുകി കൊടുക്കാൻ പറ്റും, അകത്തോട്ട് കയറ്റി കൊടുക്കാൻ പറ്റും, ശരീരത്തിന് അതിൻ്റെ കരുത്ത് കിട്ടും. പക്ഷേ ദൈവരാജ്യമല്ല നരകരാജ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി അനുദപിച്ച് തിന്മയെ ഒഴിവാക്കി ദൈവത്തെ വിശ്വസിച്ച് വിട്ടുകൊടുക്കും മാത്രം സംജാതമാകുന്ന അനുഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും ഞങ്ങളുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.